ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാം. കൂട്ടുകാർക്ക് എണ്ണാൻ അറിയാമോ? അറിയാമല്ലേ? ഇന്ന് നമുക്ക് 1 മുതൽ 10 വരെ നന്നായി എണ്ണാൻ പഠിക്കാം. കൂട്ടുകാരെ റെഡിയാണോ? എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മനുസ് ഡ്രീം. മനുവിന്റെ സ്വപ്നം. കൂട്ടുകാരെ സ്വപ്നം കാണാറുണ്ടോ? ഉണ്ടോ? ഏതൊക്കെ തരം സ്വപ്നങ്ങളാണ് കാണുന്നത്? ശരി, ഇവിടെ നോക്കൂ. നമ്മുടെ ഒരു കൂട്ടുകാരൻ മനു ഒരു സ്വപ്നം കാണുന്നു. നമുക്ക് ആ സ്വപ്നത്തിലേക്ക് പോകാം. എന്താ മനു കണ്ടത്? No one has come to play it. Let's miss it here for some time. കൂട്ടുകാരൻ കളിക്കാനായിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലെത്തി. അവിടെ നോക്കുമ്പോ ഒരു കൂട്ടുകാരൻ കാണാനില്ല. അയ്യോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തായാലും കുറച്ചു സമയം ഇവിടെ ഇരിക്കാം. മനു തീരുമാനിച്ചു. അപ്പോഴാണ് കൂട്ടുകാരൻ സ്വപ്നം കാണുന്നത്. എന്താ സ്വപ്നം? 6 after a dip in the river. 6 പേർ വെള്ളത്തിൽ നിന്നും കയറി വരുന്നു. 9 singing songs. 9 പേർ പാട്ട് പാടുന്നു. 8 kids flying kites. 8 കുട്ടികൾ പട്ടം പറത്തുകയാണ്. 7 wet in rain. 7 പേർ മഴ നനയുകയാണ്. ഇനി നോക്കൂ കൂട്ടുകാരെ, ഒരു കുഞ്ഞു പാട്ടാണ്. കൂടെ പാടാൻ മറക്കരുതേ. ആദ്യം അർത്ഥം പറഞ്ഞു തരാം, പിന്നെ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. 1 2 buckle my shoe. 1 2 എന്റെ ഷൂ കൊളുത്തുക അല്ലെങ്കിൽ കെട്ടുക. 3 4 shut the door. 3 4 ഡോർ അടയ്ക്കുക, വാതിൽ അടയ്ക്കുക. 5 6 pick up the sticks. 5 6 വടി എടുക്കുക. 7 8 lay them straight. 7 8 അതിനെ നേരെ വയ്ക്കുക. 9 10 a big fat hen. 9 10 ഒരു വലിയ തടിച്ച കോഴി. ഇനി നമുക്ക് പാടി നോക്കിയാലോ? 1 2 buckle my shoe. 3 4 shut the door. 5 6 pick up the sticks. 7 8 lay them straight. 9 10 a big fat hen. മനുവിന്റെ സ്വപ്നം തീർന്നില്ല കേട്ടോ. പിന്നെ അവൻ സ്വപ്നം കാണുന്നു. gooseberries for all. 6 for 6 friends. കൂട്ടുകാർക്ക് നെല്ലിക്ക ഇഷ്ടമാണോ? നമ്മുടെ മനു സ്വപ്നത്തിൽ നെല്ലിക്കയെ കാണുന്നു. 6 കൂട്ടുകാരുമുണ്ട്. 6 കൂട്ടുകാർക്ക് 6 നെല്ലിക്ക. 7 for 7 friends. 7 കൂട്ടുകാർക്ക് 7 നെല്ലിക്ക. 8 for them. 8 നെല്ലിക്കയുണ്ട്. 8 കൂട്ടുകാരുമുണ്ട്. They are 9, so 9 for them. 9 പേരുണ്ട്, അവർക്ക് 9 നെല്ലിക്കയുമുണ്ട്. ഉടനെ അവന്റെ തലയിലേക്ക് ഒരു നെല്ലിക്ക വന്നു വീണു. Where are my friends? Wow, gooseberries. എവിടെയാണ് എന്റെ കൂട്ടുകാർ? അപ്പോഴാണ് മനു ആലോചിക്കുന്നത്, എവിടെയാണ് എന്റെ കൂട്ടുകാർ? കൂട്ടുകാരൊന്നും കാണാനില്ല. പക്ഷേ എന്ത് കിട്ടി? നെല്ലിക്ക കിട്ടി. Wow, gooseberries. കൂട്ടുകാരൻ നെല്ലിക്ക കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് എണ്ണാവും നോക്കാം. നമുക്ക് എണ്ണി നോക്കാം. നോക്കൂ, നമ്പേഴ്സ്. 1 O N E 1. 2 T W O 2. 3 T H R E E 3. 4 F O U R. 5 F I V E. 6 S I X. 7 S E V E N. 8 E I G H T. 9 N I N E. 10 T E N. കൂട്ടുകാർ കണ്ടോ? ഇനി ഇത് ഒരു ബുക്ക് എടുത്ത് എഴുതാൻ മറക്കണ്ട.
താഴെ നമ്പേഴ്സ് ആയിട്ടും ഉണ്ട് കേട്ടോ. കൂട്ടുകാർ നോക്കി പഠിക്കുകയും വായിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ കൂട്ടി എഴുതിയാലോ? നമ്പേഴ്സ് പഠിച്ചല്ലോ. ഇനി കൗണ്ട് ചെയ്യൂ. എത്ര പോട്ടുണ്ട് കൂട്ടുകാരെ? 1 2 3 4 5 6 7. എത്രയാ? 7. അവിടെ എഴുതുന്നു. എത്ര മുളകുണ്ട് കൂട്ടുകാരെ? നോക്കൂ. 1 2 3 4 5 6. എത്ര? 6 ഉണ്ട്. അടുത്ത് എത്ര ജാറുണ്ട് കൂട്ടുകാരെ? 1 2 3 4 5 6 7 8. 8 ജാറുണ്ട്. ഇനി എത്ര ഗ്ലാസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. എത്ര എണ്ണം ഉണ്ട്? 9. ഇനി അടുത്ത് എത്ര ഫിഷ് ഉണ്ട് കൂട്ടുകാരെ? 1 2 3 4 5 6. അടുത്ത് എത്ര തക്കാളി ഉണ്ട്? 1 2 3 4 5 6 7. അടുത്ത് എത്ര കത്രിക്ക ഉണ്ട്? ബ്രിഞ്ചാൾ. 1 2 3 4 5 6 7 8. 8. അടുത്ത് എത്ര ക്യാരറ്റ് ഉണ്ട് കൂട്ടുകാരെ? 1 2 3 4 5 6 7 8 9. 9. ശരിയാണ്. കൂട്ടുകാരെല്ലാം എഴുതിയോ? ഇനി നോക്കൂ. ഹു ആർ ഹൈഡിങ്? ആരാണ് മറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോക്കൂ. കുറേയേറെ എന്തുണ്ട്? ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു വാൻ നിൽക്കുന്നത് കണ്ടോ കൂട്ടുകാര്? അതിന്റെ പുറകിലും 2 ഫ്ലവേഴ്സ് ഉണ്ട്. ആ ഫ്ലവേഴ്സ് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുകൂടാ. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിച്ചാലോ? There are 2 flower pots behind the van. വാനിന്റെ പുറകില് 2 ഫ്ലവേഴ്സ് പോട്ട് ഉണ്ട്. What are the number on them? അതിന്റെ നമ്പർ എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്തായിരിക്കും കൂട്ടുകാരെ? 4. എന്തായിരിക്കും? 4 ആയിരിക്കും. അടുത്ത് ഇവിടെ ഇരിക്കുന്നതോ? 3. മിടുക്കർ. അടുത്ത് നോക്കൂ. Who is hidden? ആരാണ് ഇവിടെ മറഞ്ഞിരിക്കുന്നത്? Join the dots from 1 to 9 in order and see. ഓർഡർ ആയിട്ട് കൂട്ടുകാര് 1 2 കണ്ടോ? 1. ഇവിടെ നിന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കൂടെ എന്ത് ചെയ്യണം? കൂട്ടുകാര് വരയ്ക്കണം. കണ്ടോ? കൂട്ടുകാര് കണ്ടോ? ഇതുപോലെ വരയ്ക്കണം. 4 5 6 7. ഇവിടെ നോക്കൂ. 7 കഴിഞ്ഞ് 8. ഇവിടെ കൂടെ വരുന്നു 8. ഇനി 9. ഇവിടെ വരച്ച് യോജിപ്പിക്കുന്നു. ആരാ കൂട്ടുകാരെ ഇത്? അതെ, ഫിഷ്. ആരാണ്? ഫിഷ് ആണ്. Count and write. Look at the picture above. How many of each are in the picture? നോക്കൂ. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ചിത്രത്തില് എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? എന്തുണ്ട്? ഫ്രോഗ് ഉണ്ട്, തവളകളുണ്ട്, പിന്നെയോ ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെയോ ബേർഡ്സ്, കാക്കകളുണ്ട്. അടുത്തോ? ശരിയാണ്, ക്രോസ്, കാക്കകളുണ്ട്. പിന്നെയോ ഫിഷ് ഉണ്ട്. പിന്നെയോ കോക്കനട്ട് ട്രീ ഉണ്ട്, പുഴയുണ്ട്. അങ്ങനെ പലതും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കൂട്ടി എഴുതണം, അല്ലെങ്കിൽ കൗണ്ട് ചെയ്ത് ഇവിടെ എഴുതണം. എത്ര ഫ്രോഗ് ഉണ്ട് കൂട്ടുകാരെ ഇവിടെ? അതെ, 1 2 3 4 5. ഇനി ഒന്നുണ്ട്. എവിടെയാ? പാറയുടെ മുകളിലിരിക്കുന്നു. കണ്ടോ? അപ്പൊ എത്ര എണ്ണം ഉണ്ട് കൂട്ടുകാരെ? 6 ഉണ്ട്. എഴുതിയോ? ശരി. ഇനി എത്ര മീനുകളുണ്ട്? 1 2 3 4 5 6 7 8 9. എത്രയുണ്ട്? 9. എഴുതിയോ? അടുത്ത് നോക്കൂ. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7.
കണ്ടോ 7. പിന്നെ എത്ര കാക്കകളുണ്ട് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9. എത്ര എണ്ണം ഉണ്ട് കൂട്ടുകാരെ? 9. അടുത്ത് എത്ര പാറകളുണ്ട് കൂട്ടുകാരെ? നോക്കൂ. 1 2 3 4. എത്ര എണ്ണമുണ്ട്? 4. ഇനി എത്ര തെങ്ങുണ്ട്? യെസ് 1. ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് നമ്പർ ഹിയർ. ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ കൂട്ടുകാരെ? മിടുക്കൻ 9. എത്രയാണ്? 9. ആൻഡ് ദി സ്മാളസ്റ്റ് ഏതാണ് ചെറുത്? മിടുക്കി 1. ശരിയാണ്. കൂട്ടുകാരെല്ലാം എഴുതിയോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മുഴുവൻ എന്താണ് കൂട്ടുകാരെ? നമ്പേഴ്സ് ആണല്ലേ. അതെ, മനുവിന്റെ സ്വപ്നം കണ്ടു. പിന്നെ എന്ത് ചെയ്തു? നമ്മളൊരു പാട്ട് പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കൗണ്ട് ചെയ്യാൻ പഠിച്ചു. അപ്പൊ കൂട്ടുകാര് ഇതെല്ലാം ബുക്കിൽ എഴുതി വെക്കണം. താങ്ക് യു.